പറയുന്ന പോലെ തന്നെ അത്തച്ചമയം എന്ന് പറയുന്ന പോലെ തന്നെ ചമയങ്ങളാൽ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് ഇവിടെയുള്ള കാഴ്ചകളെല്ലാം ഈ അത്ത നഗറിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നമ്മൾ നേരത്തെയൊക്കെ ഒരുപാട് കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇതിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് എന്താണ്? ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് തിറ. എന്താണ് തിറ എന്ന് നമുക്ക് നോക്കാം അല്ലേ? അത്തച്ചമയത്തിന്റെ ഒരു പാലക്കാട്ടുകാർക്ക് അറിയായിരിക്കും. അതെ, ഉത്സവങ്ങളിലൊക്കെ ഉള്ള ഒരു കലാരൂപമാണ് തിറ. അപ്പൊ തിറയുടെ ആൾക്കാരെല്ലാം ഇങ്ങനെ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയുടെ നഗരവീഥികളൊക്കെ അല്പസമയത്തിനൊക്കെ ഇവരിങ്ങനെ നിറയും അല്ലേ? എന്താണ് നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. അതെ, തിറ എന്ന് പറഞ്ഞാൽ പൂരത്തിനൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ഒരു കലാരൂപമാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ഒരു കലാരൂപമാണ് തിറ. എല്ലാ വർഷവും നിങ്ങളിപ്പോൾ ഇവിടെ വരാറുണ്ട്. ഇപ്പം എത്ര വർഷമായിട്ട് വരാൻ തുടങ്ങിയിട്ട്? തൃശ്ശൂരിൽ നിന്നല്ലേ? ആ, ഇത് 2-3 വർഷമായി ഇപ്പോൾ ശരിയായിട്ട് വരാൻ തുടങ്ങി. നിറം മഞ്ഞ തന്നെയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു നിറമൊക്കെ സെലക്ട് ചെയ്തത്? മഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ കമ്മിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. കലാരൂപത്തിന് വേറൊരു രൂപമുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം മാറിയല്ലോ, കാലങ്ങളൊക്കെ മാറിയപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഒരു സ്വല്പം മാറ്റം വരുത്തിയെന്ന് മാത്രം. അല്ല, നമ്മൾ പല തരത്തിൽ, അതായത് ഈ തിറ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ വടക്കൻ മലബാറിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ഇങ്ങനെ പല കളറിൽ ഇപ്പോൾ പറഞ്ഞ കളർഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഈ തിറ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അതിൻ്റെ അല്ലേ? അപ്പോൾ അതാണ് വ്യത്യസ്തമായിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര അതിന്റെ ആ ഒരുക്കങ്ങൾ കൂടി നോക്കിയാലോ, അവിടെ കൃത്യമായി വെച്ച് കമ്മിറ്റിക്ക് അനുസരിച്ച് നമ്മളിപ്പോൾ കലാരൂപം പറഞ്ഞ് നമ്മളിപ്പോൾ എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ കമ്മിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു മാത്രം. അവിടെ അതിന്റെ ഒരുക്കങ്ങളുണ്ട്. അത് തിറയുടെ ആണോ? തിറയുടെ ഭാഗമാണോ ഇത്? ഭൂതം എന്ന് പറയും. ഇത് ഒരു തറയുടെ ഭൂതഗണങ്ങളാണ്. ഭഗവതിയുടെ അത് ഒരു ഭൂതഗണമാണ്. എന്താണ് തിറയുമായി ബന്ധപ്പെട്ട ആ ഒരു ഐതിഹ്യം? തിറ സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങൾക്കാണ് ഇത് കൊണ്ടുപോകാറ്. ഇപ്പോൾ ഘോഷയാത്ര എന്ന നിലയ്ക്ക് ഒരു എത്ര വർഷമായി അത്തച്ചമയത്തിന് വരുന്നു? ഞങ്ങൾ ഒരു 5-6 കൊല്ലമായി. ഇതിൽ വേഷങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാം? ഞങ്ങൾ കളറ് ചേഞ്ച് ചെയ്യുന്നല്ലാതെ വേഷങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. കളറിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട്? സാധാരണ ഇത് കറുപ്പും ചുവപ്പാണ് അതിൻ്റെ കളർ ഉപയോഗിക്കുക. ഇത് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മഞ്ഞ കൊടുക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്താൻ തരും. അതെ. എത്ര പേരാണ് നിങ്ങളുടെ സംഘത്തിലുള്ളത്? ഞങ്ങളിപ്പോൾ 10 പേരാണുള്ളത്. 20 ആളുണ്ട് കൂട്ടടക്കം താളടക്കം. സംഘം തൃശ്ശൂർ തന്നെ? ആ, തൃശ്ശൂർ മങ്ങാട്. തൃശ്ശൂർ മങ്ങാട്. ഇപ്പോൾ ഇവിടെ വരുന്നതല്ലാതെ അമ്പലം ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്? ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ അത്തച്ചമയം പോലെയുള്ള സാംസ്കാരിക പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. അതെ അതെ അതെ. അപ്പം എന്തായാലും അല്പസമയത്തിനൊക്കെ ഇവരെല്ലാം നിറഞ്ഞ് ഒരുങ്ങിക്കഴിഞ്ഞ് ആ ഭൂഷാദികളോടുകൂടി തന്നെ തൃപ്പൂണിത്തുറയുടെ തെരുവുകളിലേക്ക് വരും. മനോഹരമായ ആ കാഴ്ചയിലേക്ക് വരും.